ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തായിരുന്നു കാര്യം ഷിനോജെ? അച്ചോ, ഞാനേ അച്ഛനെ കാണാൻ വേണ്ടി പള്ളിയിൽ വന്നായിരുന്നേ. പള്ളിയിൽ വന്നപ്പോൾ അച്ഛനെ കാണാനില്ല. അച്ഛൻ ഇവിടെ ഇല്ലേ? ഇല്ലല്ലോ, ഞാൻ വത്തിക്കാൻ വരെ വന്നേക്കുമായിരുന്നു. വത്തിക്കാനല്ലോ? ആ. അപ്പോൾ ഇനി എന്ന് കാണാൻ പറ്റുമോ അച്ചോ? എന്നാ ഒരു കാര്യം ചെയ്യ്, നാളെ വൈകുന്നേരം വത്തിക്കാൻ വരെ വാ. വത്തിക്കാൻ? ആ, ഓക്കെ അച്ചോ. അച്ചോ, ഞാൻ കുറച്ചു നേരമായിട്ടോടെ വത്തിക്കാനിൽ വെയിറ്റ് ചെയ്യുവാണേ. അച്ഛൻ എവിടെയാ? ഞാനും വത്തിക്കാനിലുണ്ടല്ലോ. അച്ഛനും വത്തിക്കാനിലുണ്ടോ? ആ. ഏത് വത്തിക്കാനില്? ഞാൻ റോമിലെ വത്തിക്കാനില്. റോമിലെ വത്തിക്കാനാ? ഷിനോ എവിടെ? ഞാൻ ചങ്ങനാശ്ശേരിയിലെ വത്തിക്കാനില്. കാഴ്ചയിൽ റോമിലെ വത്തിക്കാനെ പോലെയല്ല ചങ്ങനാശ്ശേരിയിലെ വത്തിക്കാൻ. മാടപ്പള്ളി പഞ്ചായത്തിലെ വിലങ്ങമ്പാറ വത്തിക്കാൻ സിറ്റി ആയതിനു പിന്നിൽ ഒരു കഥയുണ്ട്. തോട്ടയ്ക്കാട് ഓർത്തഡോക്സ് പള്ളിയിലെ വിശ്വാസികൾ ചമ്പക്കര കത്തോലിക്ക പള്ളിയിലേക്ക് കുടിയേറിയതിന്റെ കഥ. ഇവിടെ ഓർത്തഡോക്സ് പള്ളി ഉണ്ടായിരുന്നു. വത്തിക്കാനുള്ള ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷം പേര് ഈ ഓർത്തഡോക്സ് പള്ളിക്കാരാണ്. അപ്പം അതിനുശേഷമാണ് ചമ്പക്കര കത്തോലിക്ക പള്ളി വരുന്നത്. ഈ ചമ്പക്കര കത്തോലിക്ക പള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള ചാർത്താണല്ലോ എന്നുള്ള പ്രകാരമാക്കി ആയിരിക്കാം കുറച്ച് പേര് അതിനകത്തോട്ട് പോയി. അപ്പം അതിന് കളിയാക്കി അച്ഛനിട്ട ഇവിടെ പുത്തോട്ടുകെടുത്ത അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ ഇട്ട പേരാണ് വത്തിക്കാൻ സിറ്റിയിൽ. ഓർത്തഡോക്സ് പള്ളിയിലെ വൈദികനായ ഫിലിപ്പോസ് അച്ഛൻ തമാശക്കിട്ട പേര് ആ നാടിന്റെ തന്നെ ഭാഗമായി. പ്രൈവറ്റ് ബസ്സിലെ ബോർഡിൽ കൂടി എത്തിയതോടെ വത്തിക്കാൻ സിറ്റി നാട്ടിൽ ഹിറ്റായി. ബസ്സുകാർക്ക് അറിയാൻ പറ്റില്ല, സ്റ്റോപ്പും സ്ഥലവും അറിയാൻ പറ്റില്ല. അവർ നാട്ടുകാരോടൊന്ന് ചോദിച്ചപ്പോൾ ഓരോ പേര് പറഞ്ഞു കൊടുത്തത്. അത് മോസ്കോ ഇറങ്ങി വത്തിക്കാൻ ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ബസ്സാണ്. അത് ആദ്യത്തെ ബസ്. അത് കഴിഞ്ഞ് ജോമോൻ. ഇതിലെല്ലാം ഈ മോസ്കോ വത്തിക്കാൻ കുറ്റിക്കൽ ബോർഡുണ്ടായിരുന്നു. സമീപത്ത് തന്നെ മോസ്കോയും അമേരിക്കൻ പടിയും ഒക്കെയുള്ളതിനാൽ ചങ്ങനാശ്ശേരിയിലെ വത്തിക്കാനും ഇന്റർനാഷണലാണ്. ഫിലിപ്പോസ് അച്ഛന്റെ നർമ്മത്തിൽ തുടങ്ങിയ ഇന്റർനാഷണൽ. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.